ഇന്ത്യയുടെ ബയോമെട്രിക് സംവിധാനമായ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. ആധാർ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമായ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ 2025-26 വർഷത്തേക്ക് ആധാർ അപ്ഡേറ്റിനോ എൻറോൾമെന്റിനോ ആവശ്യമായ രേഖകളുടെ ഒരു പുതിയ പട്ടിക പുറത്തിറക്കി. അതായത് നിങ്ങൾക്കിനി ഒരു പുതിയ ആധാർ കാർഡ് എടുക്കണമെങ്കിലോ പഴയ ആധാർ കാർഡിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുത്തണമെങ്കിലോ ഇനി പറയുന്ന രേഖകൾ ആവശ്യമാണ്. ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യയിലെ വിദേശ പൗരന്മാർ, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, ദീർഘകാല വിസയിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ പുതുക്കിയ ഈ പട്ടിക ബാധകമാകും. ആധാറിനായി UIDAI 4 പ്രധാന രേഖകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരിച്ചറിയൽ രേഖ, വിലാസ തെളിവ്, ജനനത്തീയതി തെളിയിക്കുന്ന രേഖ, ബന്ധുത്വ തെളിവ്. പാസ്പോർട്ട്, പാൻ കാർഡ്, ഈ പാനും സാധുവാണ്. വോട്ടർ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകിയ ഫോട്ടോ പതിച്ച ID കാർഡ്, NREGA ജോബ് കാർഡ്, പെൻഷനർ ID കാർഡ്, CGHS അല്ലെങ്കിൽ ECHS കാർഡ്, ട്രാൻസ്ജെൻഡർ ID കാർഡ് തുടങ്ങിയ രേഖകളാണ് തിരിച്ചറിയൽ രേഖകളായി പരിഗണിക്കുന്നത്. ആധാറിലെ വിലാസം അപ്ഡേറ്റ് ചെയ്യുന്നതിനോ വിലാസ തെളിവായിട്ടോ നിങ്ങൾക്ക് വൈദ്യുതി അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ഗ്യാസ്, അതുമല്ലെങ്കിൽ ലാൻഡ് ലൈൻ ബില്ല്, ഇതൊക്കെ 3 മാസത്തിൽ താഴെ പഴക്കമുള്ളതായിരിക്കണം. ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ റേഷൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്റ്റർ ചെയ്ത വാടക കരാറ്, പെൻഷൻ രേഖ, അതുമല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒക്കെ നൽകുന്ന താമസ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഉപയോഗിക്കാം. ആധാറിൽ ജനനത്തീയതി അപ്ഡേറ്റ് ചെയ്യുന്നതിന് സ്കൂൾ മാർക്ക് ഷീറ്റ്, പാസ്പോർട്ട്, ജനനത്തീയതി അടങ്ങിയ പെൻഷൻ രേഖ, ജനനത്തീയതി അടങ്ങിയ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളൊക്കെ ആവശ്യമാണ്. 2026 ജൂൺ 14 വരെ സൗജന്യ ആധാർ ഓൺലൈൻ അപ്ഡേറ്റ് സൗകര്യം UIDAI തുടരും. ഒരു അക്കൗണ്ട് സൃഷ്ടിച്ച് മൈ ആധാർ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. മുമ്പ് സൂചിപ്പിച്ച തെളിവുകൾ കൃത്യമായ രേഖകളോടെ സ്കാൻ ചെയ്ത ഫയൽ അപ്ലോഡ് ചെയ്യുക. ആവശ്യമായ ബയോമെട്രിക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ OTP സൗകര്യം ഉപയോഗിക്കുക. അപ്ഡേറ്റ് പൂർത്തിയായ ശേഷം നിങ്ങൾക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും.